ഇന്ന് പാൽക്കപ്പ ഉണ്ടാക്കാം. അതിനായി നല്ലതുപോലെ വേകുന്ന കപ്പ വേണം. ഇനി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. ഇനി നല്ലതുപോലെ വേവിച്ച കപ്പ ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർക്കാം. ഈ പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ ഞാൻ കുറച്ചുകൂടി വലിയ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോൾ 4-5 ചുവന്നുള്ളി ചതച്ചതും 2 പച്ചമുളകും ചതച്ചതും ചേർത്ത് മിക്സ് ചെയ്യാം. കപ്പ നല്ലതുപോലെ ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്കുള്ള താളിപ്പുണ്ടാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർത്ത് മൂപ്പിച്ച് 4-5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ച് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് കപ്പയിലേക്ക് ഒഴിക്കാം. ഇനി 1-ാം പാൽ ചേർത്ത് തിളയ്ക്കും മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിച്ചത് ചേർക്കും മുന്നേ 1-ാം പാൽ ചേർക്കേണ്ടതാണ്. ഞാനത് വിട്ടുപോയി പിന്നീടാണ് ചേർത്തത്. ഇത്രയേ ഉള്ളൂ, പാൽക്കപ്പ റെഡിയായി.